ചൂടിനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മകം തൊഴിലിനായി ജനസാന്ദ്രമായ ചോറ്റാനിക്കരയിൽ ചൂടിനൊട്ടും കുറവില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും ഈ ഭക്തിയിൽ ചൂടിനെ വകവയ്ക്കാതെ ദർശനം തുടരുകയാണ് ഭക്തർ. ചില പ്രതികരണങ്ങൾ, ചൂടിനെ കുറിച്ചുള്ള ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം ചോറ്റാനിക്കരയിൽ നിന്ന്. എന്തായാലും നിർജ്ജലീകരണമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫ്രൂട്ട്സും ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ ആ നിർജ്ജലീകരണം സംഭവിക്കാതെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചൂടൊക്കെ ഒഴിവായി നമുക്ക് നല്ല രീതിയിൽ തന്നെ ശരീരം കുളിർമയോടുകൂടി തന്നെ കൊണ്ടുപോയി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തൊഴാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെയാണ് ശരിക്കും ദേവികളെന്ന് പറയാം. കാരണം അത്രയും സഹിച്ചാണ് ചൂടത്ത് ഇവിടെ ഇരിക്കണേ. ഞങ്ങൾ മോരും വെള്ളവും അതൊക്കെ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് ഇരുത്തിയേക്കുവാണ്. എല്ലാ വർഷം വരുമ്പോഴും ചൂടായതേപോലെ വെള്ളമുണ്ട്. ഇവിടുന്ന് വരും വെള്ളം. ചൂടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മനെ തൊഴണമല്ലോ. അപ്പം അമ്മനെ തൊഴാൻ വേണ്ടി വന്നു. അപ്പം അമ്മ ഞങ്ങൾക്ക് അതിനൊരു തണൽ തരും. ചൂട് ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല. ഇന്ന് നല്ല വെയിലൊന്നുമില്ല. ചൂടുണ്ട്, എന്നാലും വെയിലൊന്നുമില്ല. എല്ലാം ഭഗവതിയുടെ കാരുണ്യം, എല്ലാം ഭക്തിമയം, അത്രേ പറയാനുള്ളൂ. എല്ലാം നല്ല രീതിയിൽ നടന്നോളും. പിന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. കാരണം നമ്മുടെ വെള്ളം കൊടുക്കാനുള്ള സൗകര്യം, ഭക്ഷണം, അത് കഴിഞ്ഞ് തൊഴുതിറങ്ങുന്നവർക്ക് ലഘുഭക്ഷണം, വെള്ളം, എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡോട് ഒരുക്കിയിട്ടുണ്ട്. ചൂടത്തേൽ എന്തായാലും എല്ലാ കൊല്ലവും മുടങ്ങാതെ വരാറുണ്ട്, തൊഴാറുണ്ട്. അതിനുള്ള അനുഗ്രഹം കിട്ടാറുണ്ട്. വലിയ ചൂടില്ല. അപ്പം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. വാട്ടറും അതിൻ്റെ ഇതും ഫാനൊക്കെ ഉള്ളതുകൊണ്ടേ ചൂടിൻ്റെയൊക്കെ ആ ഒരു കുഴപ്പമില്ല.